ഞാനിന്നില്ല കേട്ടോ. അമ്മയൊന്ന് വൈദ്യരെ കാണിക്കാൻ പോണം. ആ പിന്നെ ഒരു ഗുഡ് ന്യൂസും ഒരു ബാഡ് ന്യൂസും ഉണ്ട്. ബാഡ് ന്യൂസ് ആദ്യം പറയാം. 3 സ്റ്റുഡൻസ് കൂടെ ഫോട്ടോഷോപ്പ് പഠിക്കാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച മുതൽ. ഇനി ഈ യൂട്യൂബ് പരിപാടി ഒന്നും നടക്കില്ല. എങ്ങനെയെങ്കിലും ഫോട്ടോഷോപ്പ് പഠിച്ചെടുത്തില്ലെങ്കിൽ എന്റെ ജോലി പോവും. അല്ല അതിനിപ്പോ നമ്മളെന്താ ചെയ്യാ? അതല്ലേ ഗുഡ് ന്യൂസ്. അതിന് പറ്റിയ ഒരാളെ ദയവായിട്ട് എനിക്ക് കൊണ്ടുതന്നെ. ആ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഫോട്ടോഷോപ്പ് പഠിപ്പിച്ചു തരാൻ നാളെ ഏറ്റിരിക്കുക. ഇതാ കാർഡ്. രാഹുൽ ഇത് എനിക്ക് ഇവനറിയാം. ഞങ്ങളെ ഫാമിലി ഫ്രണ്ട്സാ. ശ്രീയുടെ അച്ഛനും എന്റെ ഡാഡും നല്ല തിക് ഫ്രണ്ട്സാ. ഓൾമോസ്റ്റ് ഒരു ഫാമിലി പോലെ അല്ല ശ്രീ? അത് ശരി, നിങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടല്ലേ? എന്താ നിങ്ങൾ സംസാരിച്ചൊക്കെ? ഞാൻ എന്റെ ബാഗ് ഒന്ന് എടുത്തിട്ട് വരട്ടെ. ഒന്നും വിചാരിക്കരുത്. അച്ഛനില്ലാത്തൊരു സുന്ദരിക്കുട്ടി നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് വീട്ടിലേക്ക് കയറിയൊന്ന് ചോദിക്കുക, എന്നെ ഫോട്ടോഷോപ്പ് പഠിപ്പിക്കുമോ? ഞാൻ പിന്നെ പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുമോ? ഞാനല്ലാതെ വേറെ ആരാ അവർക്ക് ഫോട്ടോഷോപ്പ് പഠിപ്പിക്കാൻ? ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കും. അപ്പോ നാളെ തൊട്ട് തുടങ്ങാനാ പ്ലാൻ. ഈ രാഹുൽ കഴിഞ്ഞ അനുമതിയിൽ ഇവന്റെ ഭാര്യയായിരുന്നു തോന്നുന്നത്. ഇവൻ ഏത് പെണ്ണിനെ വളയ്ക്കാൻ നോക്കിയാലും അപ്പോൾ എന്തെങ്കിലും ഉടക്കം കൊണ്ട്. ഇവൻ ഈ ബാംഗ്ലൂരൊക്കെ ഉള്ളതല്ലേ, അവിടുത്തെ ഏതെങ്കിലും പെണ്ണിനെ കെട്ടി ഞാൻ തുളഞ്ഞാൽ പോരെ. എന്തിനാണ് ഇവിടെ വന്ന് ഈ പാവത്തിന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ വരണത്? അതെ, അവർക്കവിടെ ഈ മൾട്ടി കളർ ഓപ്സെറ്റ് പ്രിന്റിന്റെ ഒക്കെ വമ്പൻ സെറ്റപ്പ് പാത്രം. അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും അവിടെ മടുത്തു. അവർക്കിപ്പോൾ ഇങ്ങോട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫ്ലെക്സ് യൂണിറ്റ് പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മാർക്കറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ തെണ്ടി ചെക്കനെ ഇങ്ങോട്ട് അയച്ചത്. അതിനവനെ സഹായിക്കാനാണ് മറ്റേ തെണ്ടിയും കൂടെ ഉള്ളത്. ഏത് തെണ്ടി? ഇവന്റെ ആദ്യത്തെ പെണ്ണിനെ അടിച്ചോണ്ട് പോയില്ലേ, ആ തെണ്ടി. നല്ല ബെസ്റ്റ് തെണ്ടി. അവനെ നിങ്ങൾ അത്ര നിസ്സാരമായിട്ട് കാണണ്ട. അവൻ ഇന്നലെയും വന്ന ആ റൂമുകളുടെ ഫോട്ടോ എടുത്ത് ആർക്കൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. അവൻ കൊടുവാളാണ്ടാ, കൊടുവാള്. അവൻ എന്ത് വാളാണെങ്കിലും ശരി, ഈ ചിറ്റലഞ്ചേരിയിൽ ഒരു ഫ്ലെക്സ് യൂണിറ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് മനുവായിരിക്കും. പക്ഷെ അതിന് ആദ്യം അവന്റെ പ്ലാനുകൾ എന്താണെന്ന് നീ അറിയണം. അതിനുള്ള ബെസ്റ്റ് ചാൻസാണ് നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ്റെ അടുത്ത് ഫോട്ടോഷോപ്പ് പഠിക്കാൻ ശ്രീജോന്റെ ഒപ്പം നീയും പോകണം. ഞാൻ അവൻ്റെ അടുത്ത് ഫോട്ടോഷോപ്പ് പഠിക്കാം. എന്റെ പട്ടി പോകും. കേട്ടില്ലേ? ശ്രീജീവനെ ഇഷ്ടപ്പെട്ടാലും കുറ്റം പറയാൻ പറ്റില്ല. ഇതുപോലൊരു സെറ്റപ്പൊക്കെ കണ്ട ആരാ വേണ്ടെന്ന് പറയാ. അതെ, ഒരു താങ്ക്സ് ബാക്കിയുണ്ട് കേട്ടോ. മനുവിനെ കൂടെ കൂട്ടട്ടെ എന്ന് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോ ആദ്യം രാഹുൽ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് ഓക്കെ ആയത്. താങ്ക്സ്. ശ്രീജ വാ, അപ്പൊ തുടങ്ങിയല്ലേ ശ്രീ? ഒരു മിനിറ്റ്. ശ്രീ, ലോകത്തിന്ന് നിലവിലുള്ള ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഏറ്റവും പവർഫുൾ ആണ് ഫോട്ടോഷോപ്പ്. അതൊക്കെ ഇപ്പൊ ആർക്കും അറിയാത്ത രാവിലെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എന്നാ പിന്നെ യൂഷ്വൽ സെലക്ഷൻ ടെക്നിക്കൽ ആയിട്ടുള്ള റെക്ടാങ്കുലർ മാർക്കി ടൂൾ, ലാസോ ടൂൾ, മാഗ്നറ്റിക് ലാസോ ടൂൾ, പോളിഗണൽ മാജിക് വാണ്ട് ടൂൾ, ഓട്ടോ സെലക്ഷൻ ടൂൾ എന്നിവയുടെ സഹായമില്ലാതെ ഇമേജ് എഡിറ്റ് ചെയ്യാവുന്ന ചില അഡ്വാൻസ്ഡ് ടെക്നിക്കുകളെ കുറിച്ച് പഠിച്ചാലോ? ഇത് നിന്റെ ചുമരുമ്പിൽ പെയിന്റ് അടിക്കുന്ന പോലത്തെ എളുപ്പമുള്ള പരിപാടി ഒന്നുമല്ല. കുറച്ച് ബുദ്ധി വേണം അല്ല ശ്രീ? നീ ആരാന്നാണ്ടാ നിന്റെ വിചാരം? ആരാന്നാണ്ടാ വിചാരം? കുറെ ടൂൾസിന്റെ പേരും പറഞ്ഞിട്ട് നീ എന്നെ അങ്ങോട്ട് പേടിപ്പിക്കാന്ന് വിചാരിച്ചോ? നിന്റെ ഈ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ആദ്യം കാണിക്കുന്ന ഒരു പേരുണ്ട്, സീതാരാമൻ. അയാൾ ആരാന്നറിയോ നിനക്ക്? അറിയണോ നിനക്ക്? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ്. അഡോബിൽ ജോയിൻ ചെയ്യുമ്പോൾ അയാൾ വെറും അസിസ്റ്റന്റാ. പക്ഷെ ഇപ്പോഴോ അതുപോലെ ഒന്നും ആയിട്ടില്ലല്ലോ. നീ ഓറാക്കല്ലേ ശ്രീജ. ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇവന്റെ വീട്ടില് ഫോട്ടോഷോപ്പ് നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു നാട്ടുകാരാന്ന് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം വേറെ ഉണ്ടാവില്ല. നമ്മൾ ഒരുമിച്ചല്ലേ ഇത് പഠിക്കാൻ തുടങ്ങിയത്? നമുക്ക് ഒരുമിച്ച് തന്നെ ശരിയാക്കാം. ശ്രീജ വാ. ശ്രീജ വാ. വിവരമുള്ളൊരു പറഞ്ഞൊരു കാര്യമുണ്ട്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. മനസ്സിലാ? എന്താടാ, നിനക്ക് കുറച്ച് എക്സ്ട്രാക്ഷൻ ടെക്നിക്സ് ഞാൻ പഠിപ്പിച്ചേ? അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിമ്പിളായിട്ടങ്ങ് തുടങ്ങാം അല്ലേ?
ചിറ്റിലഞ്ചേരിയിൽ നമ്മൾ യൂണിറ്റ് തുടങ്ങാൻ ഇപ്പം കിട്ടിയതിൽ ബെസ്റ്റ് പ്ലേസ് അത്. ഞാൻ അയച്ച വാട്സപ്പ് വീഡിയോ കണ്ടില്ലേ? ഇനി അച്ഛനൊന്ന് നേരിൽ കണ്ടു കഴിഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കായിരുന്നു റൂമിന്. ശരി അച്ഛൻ. ആ ഇന്ന് നേരത്തെ എത്തിയോ? ഇതൊക്കെ എങ്ങനെ ചെയ്തേ? അതൊരു ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ സൂര്യൻ വരുന്ന പോലെ കട്ട് ചെയ്ത് വെച്ചാ. അത് ഭംഗിയില്ലേ? അടിപൊളിയായിരുന്നു. ഹെൽപ്പ് മെനു നോക്കിയാൽ തന്നെ കുറെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഏത് ടൂളാ യൂസ് ചെയ്തേ? മാജിക് വൺ. ആ ഒരു മിനിറ്റ്. എന്താ താൻ ഇരിക്കി. ഈ ലാപ്പ് കണ്ടോ? ഇത് പുതിയതാ? ഇതിപ്പോ വാങ്ങിച്ചോളൂ. ഇതേട്ടാ, ഇത് ഇങ്ങനെ ഇങ്ങനെ മടക്കാം. പിന്നെ അതെങ്ങനെയാ? അതെങ്ങനെയാന്ന് വെച്ചാ ആ ഇത് ടച്ച് സ്ക്രീൻ ആണല്ലേ? ടച്ചും ചെയ്യാം. ആ, അപ്പൊ ടാബോലൊക്കെ യൂസ് ചെയ്യാൻ പിന്നെ അല്ലാതെ ശ്രീ ഇഷ്ടായോ? അയ്യോ ശിവരാമേട്ട, 7 ലക്ഷം എന്ന് പറയുന്നത് തീരെ കുറഞ്ഞില്ലേ? ഞാനൊരു 10 കിട്ടുന്ന പ്രതീക്ഷ. മോനെ മനു, നിന്റെ വീടിന്റെ ഡോക്യുമെന്റ് വെച്ച് ഇത്ര എന്നെ പാസ്സാക്കിച്ച എന്റെ സ്വന്തം റിസ്കിലാ. ഇത് തന്നെ നിന്നെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നാ എന്റെ പേടി. അയ്യോ അത് ഞാൻ ദാ, ഐശ്വര്യമായിട്ട് കൗണ്ടറിൽ ചെന്ന് ക്യാഷ് കളക്ട് ചെയ്തു. ശരി. ആഹാ ആ ഉണ്ട് ബന്ധപ്പെട്ട വലിയൊരു ബിസിനസ്സുകാരൻ വരുന്നുണ്ട്. ഈ ഫോൺ വെക്കി മാമ. ഞാൻ വിളിക്കാം. എന്താ പുതിയ അലുവയാണ്? കടക്കുള്ള അഡ്വാൻസാ. മാമൻ പറഞ്ഞ പോലെ 2 ലക്ഷം തയ്ച്ചിട്ടുണ്ട്. നീ ഇത് എവിടുന്നാണ്ട് ഒപ്പിച്ചത്? സുമതിയേ, ആ ഷോക്കേസിലുള്ള ചാവി എടുത്തിട്ട് വാ. ഞാൻ റെന്റിന്റെ അഗ്രിമെന്റ് ആയിട്ട് വൈകുന്നേരത്ത് അങ്ങോട്ട് വരാം. ആ പിന്നെ ഞാൻ കടയ്ക്ക് അഡ്വാൻസ് എന്ന കാര്യം മറ്റേ രാഹുലല്ലേ, ആ ചെക്കൻ അവൻ്റെ അടുത്ത് പറയണ്ട. ഏയ് ഞാനിത് ആരുടെ അടുത്തും പറയാൻ പോണില്ല. നീ ഇത് ആരുടെ അടുത്തും പറയാം. വമ്പം പരിപാടിയല്ലേ, ഈ സംഭവം നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് സുമതി ഭദ്രമായിട്ട് എടുത്തു വെച്ചോട്ടോ. തിരിച്ചു കൊടുക്കാനുള്ളതാണ്. കൊണ്ടുപോയി കളയാതെ സൂക്ഷിച്ചോ. ഓ ശരി. ആ തിരിച്ചു തരാനുള്ളതല്ലേ. ശരി, വരട്ടെ. ഓ ചായ കുടിക്കണ്ട. വേണ്ട. നന്നായി. മന്ദം പ്രകാരം ഞാൻ നന്നായി കൂടാ. നീയാക്കെന്തോ വാശിയുള്ള പോലെ തൂമക്കണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ അതിന്റെ സംവിധാനം എവിടാ? എനിക്കറിയാം. കേറിക്കോ. ആരെങ്കിലും വിളിച്ച് ടെസ്റ്റ് ചെയ്യാതെ സാധനമൊക്കെ മാറ്റിച്ച് അവരെ കൊണ്ട് ഇന്ന് തന്നെ തൂപ്പിച്ച് വൃത്തിയാക്കി എടുക്കാം. ടെസ്റ്റ് അലർജിയാ. നീ നീ പൂണ്ടോ ഞാൻ പുറത്തു. സത്യം പറഞ്ഞ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് ഇവിടം വരെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും. ഇനി വേണം എനിക്ക് ചിലരൊക്കെ ശരിക്കൊന്ന് കാണാൻ. അതാരാ? ആർട്ടിസ്റ്റിക്ക് പോയിട്ട് പെൻസിൽ സ്കെച്ച് സെലക്ട് ചെയ്താൽ ഈ എഫക്ട് വേണ്ട വേണ്ട മറ്റേ ചെയ്യണമെങ്കിൽ ഹിസ്റ്ററി പോയിട്ട് പഴയത് സെലക്ട് ചെയ്താൽ മതി. ഐശ്വര്യനെ പോരില്ലേ? ചുമ്മാ. കേട്ടത് ഇതേത് എഫക്റ്റാ? ഈ എഫക്ട്. ആ മനു എങ്ങനുണ്ട്? രാഹുൽ ചെയ്തതാ. ഈ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന എഫക്റ്റ് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആർക്കും പറ്റും. കമ്പ്യൂട്ടറിലുള്ളതല്ലാതെ പിന്നെ അന്യഗ്രഹത്തിൽ നിന്ന് കൊണ്ടൊന്ന് ചെയ്യാൻ പറ്റും. പിന്നെന്താ, അന്യഗ്രഹത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റും. നമുക്കൊരു അവസരം തരൂ. എന്നാ ചെയ്. ശ്രീ ഇങ്ങോട്ട് വന്നേ. പോരാ. കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞോ? വാ. എങ്ങനെയുണ്ട് സംഭവം കൊള്ളാം. നമ്മളിവിടെ ഒരു പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങുന്നുണ്ട്. അവിടെ കുറച്ച് പിള്ളേരെ ഡിസൈനിങ്ങിന് വെക്കുന്നുണ്ട്. നീ വേണം വന്നോടാ. ഓ വേണമെന്നില്ലടാ. ഞാനും ഒരു പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങാൻ പോവാ.
നമ്മുടെ പ്രഭാകർ മാമയുടെ കടയില്ലേ, ഞാനതിന് അഡ്വാൻസ് കൊടുത്തു. ഒരു ഓൾ ദ ബെസ്റ്റ് പറ രാഹുലെ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഞാൻ ചെല്ലട്ടെ, കടയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. പോട്ടെ ശ്രീ. ഇവിടെ കുറെ പണിയുണ്ട്, അതൊന്നും ചെയ്യില്ല. ഇങ്ങോട്ട് നോക്ക്, ഈ പ്രായത്തിലും ഞാൻ എന്താണ് ഫിറ്റ് ഇല്ലേ? ഓ, എനിക്ക് അങ്ങനൊന്നും തോന്നിയിട്ടില്ല. ഇല്ലേ, ചേട്ടൻ ഈ പ്രായത്തിൽ നല്ല ഫിറ്റ് ആണല്ലോ അല്ലേ? എല്ലാരും അങ്ങനെയാണ് പറയണേ. എന്നാലും സുമതി എന്തുട്ടാ? ഒന്നുമില്ല, നിങ്ങൾ വരി. വാടാ. ചേട്ടൻ എന്ത് പണിയാ കാണിച്ചത്? ഞങ്ങൾ ആ റൂം എടുത്തോളൂ എന്ന് പറഞ്ഞല്ലേ? മനോഹരനെ കണ്ടൂല്ലേ? നിങ്ങൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. അവൻ പിന്നെ പൈസ ക്യാഷ് ആയിട്ട് കൊണ്ടൊന്നും മേടിച്ച് വെച്ചു എന്നുള്ളൂ. ഇത് 3 ലക്ഷം രൂപയുണ്ട്. വാടക ഞാൻ 6000-ന് പകരം 7000 തരൂലേ? ആ റൂം എനിക്ക് തന്നെ തരണം. തന്നിട്ട് നേരെ എത്രയായി? നിനക്ക് വേണ്ടിയിട്ടല്ല അത് ഉണ്ടാക്കി തന്നെ. സുമതിയേ, ആ ഇത് തിരിച്ചു കൊടുക്കാനുള്ളതല്ല. വാസുവിനോട് പറഞ്ഞിട്ട് ബാങ്കിലിട്ട. ആ മനു ഉണ്ടല്ലോ, ആ ചക്കരം കൊണ്ട് നടക്കുന്നു. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. നടക്കൂല മാമ, നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല, നടക്കൂല, നടക്കൂല. നടക്കണ്ട മനോഹര, നീ അവിടെ വന്ന് ഇരിക്കൂല മാമ. മാമൻ പറഞ്ഞ പൈസ മുഴുവൻ ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നില്ലേ, എന്നിട്ട് ഇപ്പൊ കട ഒഴിയാൻ പറഞ്ഞാൽ എങ്ങനെയാ? ഫ്ലക്സ് പ്രിന്റിംഗ് എന്നൊക്കെ പറഞ്ഞ വലിയ പരിപാടിയണ്ട. നിന്നെ കൊണ്ടൊന്നും ശരിയാവുള്ള ചക്ക, അതുകൊണ്ടാണ്. എന്താ ശരിയാവേണ്ട? അതൊക്കെ ശരിയാവും. കാശ് വാങ്ങി അഗ്രിമെന്റ് സൈൻ ചെയ്ത് താക്കോൽ എന്റെ കയ്യിൽ തന്നത് മുതൽ ഈ കട എന്റെയാണ്. ഈ വരുന്ന 25-ാം തീയതി ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഫ്ലെക്സ് പ്രിന്റിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം മനു ഇവിടെ നടത്തിയിരിക്കും. ഇനി അതിന് എന്നെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ഞാൻ ഈ കട ഒഴിഞ്ഞിരിക്കും. അപ്പൊ ശരി, 25-ാം തീയതി കാണാം. ഓ കാണാം. ആ കാണാം. ഇപ്പോഴാണ് ഒരു ആവേശമൊക്കെ വന്നത്. നമുക്ക് തകർക്കാട മനു.